ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ശവമുള്ളിടത്ത് കഴുക്കൽ കൂടുമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു പ്രവചനം, ആ പ്രവചനത്തിൻ്റെ നിവർത്തിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 19, 20, 21 വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ വേദപുസ്തകത്തിലെ അനവധി പ്രവചനങ്ങളുടെ നിവർത്തിയാണ്. മറ്റു പല പ്രവചനങ്ങളും ഇവിടെ നിവർത്തിക്കുന്നുണ്ട്. യൂദായുടെ ലേഖനത്തിൽ ഹാനോക്ക് പറഞ്ഞതായിട്ട് പറയുന്നൊരു പ്രവചനമുണ്ട്. ഭക്തികെട്ട പാപികളെയൊക്കെ ന്യായം വിധിക്കുവാനായിട്ട് 1000 വിശുദ്ധന്മാരുമായി കർത്താവ് വന്നിരിക്കുന്നു എന്ന് പറയുന്നൊരു പ്രവചനം. ഇങ്ങനെ അനവധി പ്രവചനങ്ങളുടെ നിവർത്തിയാണ് ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠന ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 19-ാം അധ്യായത്തിൻ്റെ 19, 20, 21 വാക്യങ്ങളാണ്. ഇനിയും സംഭവിക്കുവാനായിട്ട് പോകുന്ന ഒരു അന്തിമ യുദ്ധവും ഒരന്തിമ ന്യായവിധിയും. ആ യുദ്ധമെന്ന് പറയുന്നത് ഹർമഗദോൻ യുദ്ധമാണ്. ഞാൻ ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ 2 അത്താഴത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 കുഞ്ഞാടിൻ്റെ കല്യാണം, 2 മഹാദൈവത്തിൻ്റെ അത്താഴം. എതിർ ക്രിസ്തുവിനും അതുപോലെ തന്നെ കള്ളപ്രവാചകനും ഈ മുദ്രയേറ്റവർക്കുമൊക്കെ ഒടുവിലായി സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. നരകത്തെക്കുറിച്ച് ചില വിശേഷണങ്ങളുണ്ട്. അതെന്താണെന്ന് നമ്മൾ ചിന്തിക്കും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. നരകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാകും. ആ കുറച്ച് കാര്യങ്ങൾ ബൈബിൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് ചിന്തിച്ചു പോകാം. വളരെ വേഗം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. 19-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ച് വന്നുകൂടിയത് ഞാൻ കണ്ടു. കുതിരപ്പുറത്തിരിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, മുൾമുടിധാരിയായി അതേ കഷ്ടം അനുഭവിച്ച കർത്താവ് താഴ്മയോടെ കഴുതപ്പുറത്തേറി യെരുശലേമിലേക്ക് പ്രവേശിച്ച രാജാതിരാജാവ്, അവിടുന്ന് രാജാതിരാജാവായി കുതിരപ്പുറത്തേറി വരുന്നു എന്ന് നമ്മൾ ഇതിന് തൊട്ട് പിൻപിലുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലായി. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്, അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷതയാണ്. ഈ ഒരു മഹത്വ പ്രത്യക്ഷതയുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട യുദ്ധം, അതായത് മഹോപദ്രവത്തിൻ്റെ ഏറ്റവും ഒടുവിൽ സംഭവിക്കുവാനായിട്ട് പോകുന്ന ഹർമഗദോൻ യുദ്ധം. ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ചാണ്, ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് കർത്താവ് പറഞ്ഞത്, ശവങ്ങൾ ഉള്ളിടത്ത് കഴുക്കൽ കൂടും. ഞാൻ എൻ്റെ ബാല്യകാലങ്ങളിൽ ഈ ഒരു ഭാഗം വായിച്ചു നോക്കിയപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഈ ശവം ഉള്ളിടത്ത് കഴുക്കൽ കൂടും, എന്താണ് ഇതിൻ്റെ അർത്ഥം? പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്, പലതും സംതൃപ്തമല്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനം നന്നായി പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ്. കാരണം ആകാശത്തിൽ അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുകൊണ്ട് 17-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്, ഒരു ദൂതൻ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് മഹാദൈവത്തിൻ്റെ അത്താഴത്തെക്കുറിച്ച്. ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും. അതിൻ്റെ കൃത്യമായ വ്യാഖ്യാനവും അർത്ഥവും വളരെ ചുരുക്കത്തിൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹർമഗദോൻ യുദ്ധത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം നിങ്ങൾക്ക് ബൈബിൾ അടിസ്ഥാനത്തിൽ തരാം. എന്താണ് അതിൻ്റെ അവസാനം എന്താണ് എന്നുള്ളതാണ്. ഈ യുദ്ധത്തിൻ്റെ ഒടുവിലാണ് ഒലിവുമലയിൽ കർത്താവ് കാൽ ചവിട്ടുന്നതും കുത്തിയവങ്കിലേക്ക് യഹൂദന്മാർ നോക്കുന്നതും ഒലിവുമല 2ആയി പിളരുന്നതും എന്നുള്ള കാര്യങ്ങൾ. വേണമെങ്കിൽ ഹർമഗദോൻ യുദ്ധം എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. അതിന് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. കാരണം ഇപ്പം അത് പറയാനായിട്ട് പോയാൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, കാരണം ഇവിടെ നമ്മൾ ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് ജീവനോടെ കള്ളപ്രവാചകനെയും അതുപോലെ തന്നെ എതിർ ക്രിസ്തുവിനെയും തള്ളിയിടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അവരെ നരകത്തിലേക്ക് തള്ളിയിടുകയാണ്. 1000 ആണ്ട് കഴിയുമ്പോഴും അവരവിടെ ജീവനോടെ ഉണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പം നരകത്തിൽ മരണം സംഭവിക്കുന്നില്ല, നിത്യമായ ഒരു ദണ്ഡനത്തിലേക്ക് പോവുകയാണ്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളൂടെ പറയേണ്ടതുകൊണ്ട് ഞാൻ ആ ഭാഗം വിട്ടിട്ട് വളരെ പെട്ടെന്ന് ഹർമഗദോൻ യുദ്ധത്തിലേക്കൊന്ന് പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, എന്തായാലും 2 സദ്യയേ ഉള്ളൂ.
സദ്യ എന്ന് പറയുമ്പം കല്യാണത്തിൻ്റെ സദ്യ പോലെയൊന്നും ഇമാജിൻ ചെയ്യരുത്. ബൈബിൾ മനസ്സിലാക്കി തരാനായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കുഞ്ഞാടിൻ്റെ കല്യാണം. രണ്ടാമത്തേത് മഹാദൈവത്തിൻ്റെ അത്താഴം. ഈ ഹർമഗദോൻ യുദ്ധത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മെഗീദോ പർവ്വതനിരകൾ ആയിരിക്കും. ഈ ഹർമഗദോൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മെഗീദോ പർവ്വതം എന്നുള്ളതാണ്. അപ്പം ആ ഒരു സ്ഥലത്ത് വെച്ചായിരിക്കാം ഈ ഒരു യുദ്ധം നടക്കാനായിട്ട് പോകുന്നത്. ഭൂമിയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ആഗോള വ്യാപകമായ ഒരു യുദ്ധമായിരിക്കും ഇത്. അതായത് ലോകത്തിലെ സകല ശക്തികളും സകല സാമ്രാജ്യങ്ങളും ഒരേകാധിപതിയുടെ കീഴിൽ അണിനിരന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരുമെന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ അവർ അന്യഗ്രഹ ജീവികൾ ഭൂമിയെ ആക്രമിക്കാനായിട്ട് വരുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാകാം അവർ ഒരുമിച്ച് കൂടുന്നു. ഒരുമിച്ച് കൂടി അവരുടെ ആണവായുധങ്ങളും അവരുടെ ഉപകരണങ്ങളുമെല്ലാം ഒന്നിച്ചു വന്ന് യഹൂദനെതിരെ തിരിയുകയാണ്. ഈ ഒരു അതിനുശേഷം ഒരു വലിയ ദുരന്ത മേഖലയായി ആ സ്ഥലം മാറ്റപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ ഒന്ന് നിങ്ങളോട് പറയാം. യഹൂദന്മാരുമായിട്ടുള്ള ഉടമ്പടി നമ്മൾ അറിയാവുന്നതുപോലെ എതിർ ക്രിസ്തു മഹോപദ്രവത്തിൻ്റെ മധ്യത്തിൽ വെച്ച് ലംഘിക്കും, യഹൂദനെതിരെ തിരിയും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ സകല രാഷ്ട്രങ്ങളെയും തൻ്റെ ചേരിയിലേക്ക് ആക്കി അങ്ങനെ ഭൂമിയിലെ സകല രാജ്യങ്ങളും ഒരുമിച്ച് യഹൂദനെതിരെ തീരും. അതാണ് ഈ ഒരു യഹൂദനെതിരെ തിരിയും. അതാണ് ഈ ഒരു ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അപ്പം അവർ ഇങ്ങനെ തിരിഞ്ഞ് അവർ മുൻപോട്ട് പോകുമ്പോൾ തന്നെ 6-ാമത്തെ യൂതൻ തൻ്റെ ക്രോധകലശം യൂഫ്രട്ടീസ് നദിയിൽ ഒഴിക്കും. അങ്ങനെ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കും. വെള്ളക്കുതിരപ്പുറത്ത് പ്രത്യക്ഷപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ സൈന്യം, ആ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാനായിട്ട് മൃഗവും ഭൂരാജാക്കന്മാരും ഒന്നിച്ച് കൂടും. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത്. നമ്മൾ ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഠിച്ചാൽ കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർ, വടക്ക് നിന്നുള്ള രാജാക്കന്മാർ, തെക്ക് നിന്നുള്ള രാജാക്കന്മാർ, അതുപോലെ 10 കൊമ്പുകൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടിതമായ റോമൻ സാമ്രാജ്യം, ഇങ്ങനെ 4 വൻ ശക്തികൾ ലോകത്തിൻ്റെ 4 കോണിൽ നിന്ന് ഈ പറയുന്ന സ്ഥലത്തേക്ക് യുദ്ധത്തിനായിട്ട് കടന്നു വരും. അപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നു കിഴക്ക് എന്നുള്ളത് ആരാണ്? അതിൻ്റെ അകത്ത് റഷ്യ ഉണ്ട്, പിന്നെ ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളുണ്ടാകാം, ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. അപ്പം ഇവർ എല്ലാവരും കൂടി ഒന്നിച്ച് വരികയാണ്. ഇത് ശരിക്കും ഒന്നിച്ച്, അപ്പം നമ്മൾ ചിന്തിക്കും ഇവരെല്ലാം കൂടെ ഒന്നിച്ച് എങ്ങനെ ഒന്നിച്ചു വരും എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം ഇവരെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് കൂട്ടിച്ചേർക്കും തൻ്റെ വാക്ചാതുര്യത്താൽ. തവളയെപ്പോലെ പുറപ്പെടുന്ന ഈ ആത്മാക്കളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്നും ഞാൻ അതിനെക്കുറിച്ച് കേട്ടൊരു വ്യാഖ്യാനം പറയാം. ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്നും ലോകരാജ്യങ്ങൾ ഒന്നിച്ച് നിന്നാലേ പറ്റൂ എന്നും കരുതി ഒരു വലിയ ഭീഷണി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ സൈന്യമെല്ലാം ഒരുമിച്ച് ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. ഇതിനെക്കുറിച്ച് പല പ്രവാചകന്മാരും ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകനായ സെക്കരിയാവിൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇസ്രായേലിനെ ഞെരുക്കുവാനായിട്ട് നിൽക്കുമ്പോഴാണ് ആണവായുധ ആക്രമണങ്ങൾ അവിടെ ഉണ്ടാകും. യഹൂദന്മാർ അന്ന് കുത്തിയപങ്കിലേക്ക് നോക്കും. അങ്ങനെ നോക്കി ആ സമയത്താണ് കർത്താവായ യേശു ക്രിസ്തു അത് പ്രത്യക്ഷപ്പെടുകയും അതുപോലെ തന്നെ ഇവർ തമ്മിൽ, അതായത് ഈ കൂടിയ സൈന്യങ്ങൾ എല്ലാവരും തമ്മിൽ അന്യോന്യം അവർ ആക്രമിക്കുകയും ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പെട്ടെന്ന് എന്തോ ഒരു രോഗബാധയോ അസുഖമോ പെട്ടെന്ന് അവർക്ക് ഉണ്ടാകും, പരസ്പരം ആക്രമിക്കും. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്, നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാകും. അങ്ങനെ അണുവായുധങ്ങൾ പോലും അതിൻ്റെ സ്ഫോടനങ്ങൾ പോലും നടക്കും, ശവശരീരങ്ങൾ നിറഞ്ഞു കിടക്കും. അന്നേരമാണ് കർത്താവ് പറഞ്ഞ ഈ ഒരു കാര്യം. യേശുക്രിസ്തു ഒരിക്കലും യുദ്ധം ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ കാണുന്നില്ല. കാരണം തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് മാത്രം മതി ദൈവരാജ്യത്തിനെതിരെ, കർത്താവിനെതിരെ നിൽക്കുന്ന ശക്തികളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട്. അന്നേരമാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ വാക്യത്തിൻ്റെ നിവൃത്തി, ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടും.
ഈ പ്രവചനം നിവർത്തിക്കപ്പെടുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു യുദ്ധഭൂമിയിൽ വെച്ച്, അതായത് ഈ പറയുന്ന സ്ഥലത്ത് വെച്ച് പട്ടുപോയ വീരന്മാരുടെ ശവശരീരങ്ങൾ പാലസ്തീൻ മലമുകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ചിതറിക്കിടക്കും. ആകാശത്തിലെ പക്ഷികൾക്ക് ഇത് ഇരയായിത്തീരും. ഏകദേശം 6-7 മാസങ്ങളെടുക്കും ഈ ദേശം ശുദ്ധീകരിക്കാനായിട്ട് തന്നെ. അതിനെക്കുറിച്ചാണ് പക്ഷികളോട് ഈ നമ്മളെ കുറച്ച് മുമ്പ് കേട്ടല്ലോ, ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോട് ഭൂരാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെ മാംസവും ഇതെല്ലാം അതെ ഭക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനായിട്ട് കുതിരപ്പുറത്തിരിക്കുന്നവരുടെ മാംസവും തിന്നാനായിട്ട് വരിക എന്ന് പറഞ്ഞാൽ കഴുകന്മാർക്കും പക്ഷികൾക്കും ഈ എതിരായി വരുന്നവരുടെ ശരീരം മാംസം അവർക്ക് ആഹാരമായി തീരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ യൂദായുടെ ലേഖനം 14-15 വാക്യങ്ങൾ. ആ വാക്യങ്ങളിലാണ് 1000 വിശുദ്ധന്മാരുമായി കർത്താവ് വന്നിരിക്കുന്നു എന്നുള്ള തൻ്റെ ആ ഒരു പ്രവചനം അവിടെ നിവർത്തിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ. അതിനുശേഷം നടക്കുന്ന ബാക്കി കാര്യങ്ങളാണ് അടുത്ത വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ആ വാക്യം കൂടെ ഞാൻ നിങ്ങളോടൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ഒരു യുദ്ധത്തിൽ അന്തിമമായ ജയം കർത്താവായ യേശു ക്രിസ്തുവിനായിരിക്കും. അതിനുശേഷം സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര ഏൽപ്പിച്ച കള്ളപ്രവാചകൻ, അതുപോലെ തന്നെ ഈ ഒരു മൃഗം, ഇവരെ 2 പേരെയും പിടിച്ച് കെട്ടി, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇല്ലേ, പിടിച്ച് കെട്ടി ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. സത്യത്തിൽ ഈ നരകത്തെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. എന്താണ് ഗന്ധകം കത്തുന്ന നരകം? നരകം ബേസിക്കലി പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് ഈ നരകം എന്ന് പറയുന്നത്. പിന്നെ അനുസരിക്കാത്ത മനുഷ്യരെ അതിൻ്റെ അകത്ത് ഇടുന്നുണ്ടെങ്കിലും ബൈബിൾ പഠിക്കുമ്പോൾ ബേസിക്കലി ഇത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിട്ടുള്ളതാണ് ഈ ഒരു നരകം എന്ന് പറയുന്നത്. ഈ ഒരു നരകത്തിലേക്ക് ആദ്യം തള്ളിയിടുന്നത് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ആണ്. നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി പുറത്തേക്ക് വന്നത് ഇല്ലേ. അതിൻ്റെ തന്നെ ഒരു മറുഭാഗം എന്നുള്ള നിലയിലേക്ക് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ആദ്യം ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ തന്നെ 7-8 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പം അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയിലേക്ക് തള്ളിയിടും. അതായത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷം. അപ്പം 1000 ആണ്ടൊക്കെ തടവിൽ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തീപ്പൊയിലേക്ക് തള്ളിയിടും. അപ്പം അവിടെ പറയുന്നത് മൃഗവും കള്ളപ്രവാചകന് കിടക്കുന്ന സ്ഥലത്തേക്ക്. അപ്പം 1000 വർഷം കഴിഞ്ഞിട്ട് ഇവരതിൻ്റെ അകത്തുണ്ട്, പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അതാണ് നിത്യമായ നാശമെന്ന് പറയുന്നത്, നിത്യമായ മരണമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളാരും അവിടേക്ക് പോകാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക, രക്ഷയുടെ സന്തോഷം അനുഭവിക്കുക, ദൈവകൽപ്പനകൾ അനുസരിക്കുക, വിശുദ്ധിയിലും വേർപാടിലും പരിശുദ്ധാത്മ നിറവിലുമുള്ള ജീവിതം നയിക്കുക, കർത്താവിൻ്റെ വരവിനു വേണ്ടി പ്രത്യാശയോടെ നോക്കി പാർക്കുക, പാപത്തിൻ്റെ സ്വഭാവങ്ങളെയും പാപത്തിൻ്റെ പ്രവൃത്തികളെയും ഒക്കെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക, ദൈവകൽപ്പനകളൊക്കെ അനുസരിക്കുക. ഇതൊക്കെയാണ് അതിനായിട്ട് ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. കാത്തിരിക്കുന്നതിൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്, എല്ലാവരെയും കൊണ്ടുപോകാനായിട്ടൊന്നുമല്ല. അപ്പം അത് പ്രത്യാശയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഈ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വീണതുകൊണ്ട് പോകുമോ എന്നൊന്നുമില്ല. കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് അപ്പന്മാരും കൊച്ചുമക്കളും ഒന്നുമില്ല, എല്ലാവരും മക്കളാണ്. അതുകൊണ്ട് ഓരോ വ്യക്തികളും ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുകയും ഓരോ ദൈവകൽപ്പനകളും കർത്താവിൻ്റെ കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയും ചെയ്യണം. എന്നിട്ട് ബാക്കി ഭാഗങ്ങൾ നമ്മൾ കാണുന്നത് ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട്
കൊന്നുകളഞ്ഞു. അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. ഇതിനെക്കുറിച്ച് പ്രവാചകനായ യഹസ്കേൽ ഇതിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാസ്സിൽ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനിയും അതിലേക്ക് പോകുന്നില്ല. പിന്നീട് സംഭവിക്കുന്നത് 1000 ആണ്ട് വാഴ്ചയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യെരുശലേം കേന്ദ്രമാക്കി തൻ്റെ വിശുദ്ധന്മാരുമായി സംഭവിക്കുവാനായിട്ട് പോകുന്ന 1000 ആണ്ട് വാഴ്ചയാണ്. ആ ഒരു ഭരണത്തിങ്കിൽ താൻ ദൈവത്തിന് സ്തോത്രം, ആമേൻ, അതേ സന്തോഷത്തോടെ സമാധാനത്തോടെ ആ ഭരണം എങ്ങനെയായിരിക്കും, അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ആവശ്യപ്പെടുക. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും ഒന്നും ഇങ്ങനെ ഈ ചരിത്രം കേൾക്കാനെന്നുള്ള താല്പര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ദൈവവചനം പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരുണ്ട്. അപ്പം വിത്ത് റെഫറൻസോടുകൂടി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.